നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മെ കൈവിടാതെ പരിപാലിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. കഴുകൻ തൻ്റെ കുഞ്ഞിനെ കൂടനക്കി പറക്ക പഠിപ്പിക്കുന്നത് പോലെ സ്വയം പര്യാപ്തതയിലേക്ക് വിശ്വാസ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചാലും കൂടെ ഇരുന്ന് കർത്താവ് അത് തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും നമുക്ക് നൽകും. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയും. നാം ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, നാം നനയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. എന്നാൽ നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അത്യന്തം പരമായി നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ ദൈവം ചെയ്യുന്നവനാണ്. 65-ാം സങ്കീർത്തനം 2-ാം വാക്യം, പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജഡവും നിൻ്റെ അടുക്കലേക്ക് വരുന്നു. ദൈവത്തെ പല പേരിൽ ഭക്തന്മാർ പരാമർശനം നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ, വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ. ഭക്തൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും വേദനകളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ്. ദൈവവും നാമുമായിട്ടുള്ള അകലമെന്ന് പറയുന്നത് ഒരു നിലവിളിയുടെ അകലമാണ്. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ യഹോവ ഇത്രമാത്രം അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി ഏതുള്ളൂ എന്നാണ് നാം വായിക്കുന്നത്. മാത്രമല്ല, നിലവിളിച്ചാൽ നിലവിളി സ്വർഗത്തിലെ ദൈവം കേൾക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ കേട്ടു. എന്ത് നിമിത്തമാണ് അവർ നിലവിളിക്കുന്നത് എന്നുള്ളത് ദൈവം കേൾക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന നിലവിളിയായി ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ആ നിലവിളി വളരെ പ്രാധാന്യത്തോടുകൂടെ കാണുന്ന സ്വർഗത്തിലെ ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയാണ്. ഹാഗാറും മകനും മരുഭൂമിയിലായിരിക്കുന്നതായ വേളയിൽ മകൻ്റെ മരണം എനിക്ക് കാണേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്പിൻപാട് ദൂരത്ത് ആ മകനെ ഇട്ട് ഒരു കുറുങ്കാട്ടിൻ തണലിലിട്ടിട്ട് ആ അമ്മ ഉറക്കെ കരയുകയാണ്. ഹാഗാറിനോട് ദൈവം പറയുന്നു, ബാലൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്നുള്ളതാണ്. പ്രാർത്ഥന ഉദാസീനതയോടെ ആകരുത്, ഉത്സാഹത്തോടുകൂടെ ആയിരിക്കണം, ഉന്മേഷത്തോടുകൂടെ ആയിരിക്കണം. ദൈവത്തെയും ദൈവീയ കാര്യങ്ങളെയും അതീവ ഗൗരവത്തോടുകൂടെ വേണം സമീപിക്കുവാനായിട്ട്. ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്കാണ് ദൈവം പ്രാധാന്യം കൊടുക്കുന്നത്. നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനത്തിൽ ശ്രദ്ധയേറിയ പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമായി എടുത്തു പറഞ്ഞിരിക്കുന്നത് ഏലിയാവിനെയാണ്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ. ഏലിയാവിൻ്റെ 5ഓളം പ്രാർത്ഥനകൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മഴ പെയ്യാതിരിക്കുന്നതിനു വേണ്ടി, വിധവയുടെ മകനു വേണ്ടി, കർമ്മേൽ കൊടുമുടിയുടെ മുകളിൽ തീ ഇറക്കുന്നതിനു വേണ്ടി, വീണ്ടും മഴ പെയ്യുന്നതിനു വേണ്ടി ഏലിയാവ് പ്രാർത്ഥിക്കുന്നുണ്ട്. ആഹാബിനോട് പറയുന്നു, നീ രഥം പൂട്ടി ശമരിയിലേക്ക് പോവുക. അതിനുശേഷം ഏലിയാവ് മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് കുനിഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ബാല്യക്കാരനെ കടലിലേക്ക് അയക്കുന്നു. ആ ബാല്യക്കാരൻ കടന്നുപോയിട്ട് ആവർത്തിച്ച് പറയുന്നൊരു പദമുണ്ട്, ഒന്നും കാണുന്നില്ല. നോക്കുക, ചില വരണ്ട അവസ്ഥകൾ, സ്തംഭനാവസ്ഥകൾ മാറുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തൻ പ്രാർത്ഥന കഴിച്ചിട്ട് എന്തെങ്കിലും പ്രവൃത്തിയുണ്ടോ എന്ന് വീക്ഷിക്കുമ്പോൾ ഒരു ചലനമില്ല, ഒരനക്കമില്ല, ഒരു സാധ്യതയും അവിടെ കാണുന്നില്ല. എന്നാൽ മടുത്തു പോകാതെ ഏലിയാവ് പ്രാർത്ഥന തുടരുകയാണ്. അതിനു മുമ്പ് തന്നെ ആഹാബിനോട് പറഞ്ഞ ആ ഒരു ദൂതുണ്ടല്ലോ, എന്താ? ഞാൻ വലിയ മഴയുടെ മുഴക്കം കേൾക്കുന്നുണ്ട്. നമ്മൾ വിശ്വാസത്തോടുകൂടെ പറയുകയും ആ പറഞ്ഞ കാര്യത്തിന് നിവർത്തീകരണത്തിന് ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കുകയും ചെയ്താൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദൈവം ചെയ്യും. ഇവിടെ ഏലിയാവ് ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് സമയം വരെയാണ്? 7-ാമത്തെ പ്രാവശ്യം ബാല്യക്കാരൻ കടലിലേക്ക് പോയി നോക്കിയിട്ട് വന്നിട്ട് പറയാൻ, കയ്യോളം വലിപ്പമുള്ളൊരു മേഘം പൊങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പ്രിയപ്പെട്ടവരെ, പൊങ്ങാത്ത കാര്യങ്ങൾ, ആണ്ടുപോയത്, അതായത് പ്രത്യക്ഷപ്പെടാതെ നിൽക്കുന്നതൊക്കെ നഗ്നനേത്രങ്ങൾക്ക് കാണത്തക്ക നിലയിൽ, ദൃശ്യമാകത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. കടലിൽ നിന്ന് കയ്യോളം വലിപ്പമുള്ള ഒരു മേഘം പൊങ്ങുകയാണ്. നമ്മുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം, പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരായിരിക്കണം. നിമിഷ നേരം കൊണ്ട് സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ ദൈവത്തിന് കഴിയും. ഇപ്പോൾ അനുഭവിക്കുന്ന വരണ്ട അവസ്ഥകൾ, ഒരുപക്ഷെ ബ്ലോക്കായ പലതും നിങ്ങളുടെ ജീവിതത്തിൽ കാണും, തടസ്സങ്ങൾ കാണും. എന്നാൽ പ്രാർത്ഥനാമുറിയിൽ പരാജയപ്പെടാത്ത ഒരുവനെ പരാജയപ്പെടുത്താൻ ഒരു ശക്തിക്കും കഴിയില്ല. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം ദൈവസന്നിധിയിൽ ചില വിഷയത്തിനു വേണ്ടി. ഇടത്തും വലത്തും നിങ്ങളെ ചേർത്ത് നിർത്താനോ ആശ്വസിപ്പിക്കാനോ കൈത്താങ്ങൽ തരാനോ ആരും കഴിയില്ല, ആരും കാണില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ആരെയൊക്കെ ദൈവം അഹരോനും ഹൂരും മോശയുടെ കൈ താങ്ങിയതുപോലെ ഒരുക്കി എന്ന് വന്നേക്കാം. എന്തായാലും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരരുത്. ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കണം. നമ്മുടെ സമയം മറ്റൊന്നും അപഹരിക്കുവാൻ പാടില്ല. കർത്താവിൻ്റെ പാദപീഠത്തിൽ തന്നെ കൃപ തോന്നുവോളം പ്രാർത്ഥന തുടരാം. പ്രാർത്ഥന കേൾക്കുന്നവനാണ് ദൈവം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നവനാണ് ദൈവം. ആ ഉത്തരം പ്രാപിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.